everyone, welcome to Competitive Cracker. ഞാൻ കീർത്തന. നമ്മളപ്പോ ഡിസംബർ 2023 NTA UGC നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം, arrange the following in order of their year of establishment starting from the oldest. അപ്പൊ ഇതും ഒരു ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വരെ ക്രോണോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന എല്ലാ തിയറികളുടെയും എല്ലാ പ്രോഗ്രാംസ്, യോജനാസ്, ഇതിന്റെ എല്ലാം ഇയർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്നും പഠിക്കാനുള്ള ഇയർ ഏതൊക്കെയാണ്? ഖുസ്രോ കമ്മിറ്റി എത്രാമത്തെ വർഷമാണ് വന്നത്? 1989. ലക്ഡാവാല കമ്മിറ്റി എപ്പോഴാണ് വന്നത്? 1993. നമ്മുടെ LPG റിഫോംസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ 1991. അതിന് തൊട്ട് ശേഷമായിട്ട് 1993 നമ്മുടെ ആര് വന്നത്? ലക്ഡാവാല കമ്മിറ്റി വന്നത്. ഇതൊക്കെ ടാക്സ് കമ്മിറ്റീസ് ആണ് അല്ലെ, നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അലഗ് കമ്മിറ്റി എപ്പോഴാണ് വന്നത്? 1979 വന്നത്. നായക് കമ്മിറ്റി റീസെന്റ് ആയിട്ട് വന്ന ഒരു കമ്മിറ്റി ആയിരുന്നു, 2014 വന്നത്. പിന്നെ നമ്മുടെ ടെണ്ടുൽക്കർ കമ്മിറ്റി, അത് നമുക്ക് എന്തായാലും മറക്കില്ല അല്ലെ, 2005. അപ്പൊ ഇതിനെ ക്രോണോളജിക്കലി ഓർഡറിൽ നമ്മൾക്ക് ഇരുത്തുമ്പോൾ എങ്ങനെ വരും? 1989 ആണ് ഓൾഡസ്റ്റ്. അപ്പൊ A, then 1979 അലഗ് കമ്മിറ്റി C, then 1993 ലക്ഡാവാല കമ്മിറ്റി B, then 2005 ടെണ്ടുൽക്കർ കമ്മിറ്റി, then നായക് കമ്മിറ്റി. ACBED എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. ഇനി ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കാം. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഓഫ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് മേ ബി ഫൈനാൻസ്ഡ് ഇൻ മെനി വേസ് അല്ലെ. നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കറണ്ട് അക്കൗണ്ടിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എവിടെ സർപ്ലസ് കൊണ്ടുവരാൻ നോക്കണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ സർപ്ലസ് കൊണ്ടുവരാൻ നോക്കണം. അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതിൽ സർപ്ലസ് കൊണ്ടുവരാൻ നോക്കണം? കറണ്ട് അക്കൗണ്ടിൽ സർപ്ലസ് കൊണ്ടുവരാൻ നോക്കണം. ഇങ്ങനെയാണ് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റ്. അപ്പൊ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണെന്ന് നമുക്ക് നോക്കാം. FDI ഇൻഫ്ലോസ്. FDI പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അല്ലെ. കാരണം നമുക്കത് ക്യാപിറ്റൽ എന്നുള്ള ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അത് എന്തായാലും ക്യാപിറ്റൽ വേരിയബിൾ ആണ്. ഇനി അടുത്തത് എന്താ? ഇൻഫ്ലോസ്. ഇൻഫ്ലോസ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ഡോളർ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഡെഫിസിറ്റ് അല്ലല്ലോ, സർപ്ലസ് അല്ലേ. അപ്പൊ ഇതൊരു സൊല്യൂഷൻ ആണോ? ആണ്. നെക്സ്റ്റ് വൺ, ഇൻഫ്ലോ ഓഫ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. അവിടെ എന്താ? ഇതും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതെന്താ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് അല്ലെ. ക്യാപിറ്റൽ അക്കൗണ്ടിലും അവിടെയും എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലോ ആണ് സംഭവിക്കുന്നത്. ഡോളർ ഇങ്ങോട്ട് കിട്ടുകയാണ്. അപ്പൊ അതെന്താ? സർപ്ലസ് ആണ്. അപ്പൊ അതും എന്തായിരിക്കും? ഒരു പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് വൺ, ബോറോയിങ് ഫ്രം IMF ഓർ വേൾഡ് ബാങ്ക്. നമുക്ക് ബോറോയിങ്സും എവിടെ തന്നെയാണ് വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ അതും നമുക്ക് ബോറോ ചെയ്യുക പറയുമ്പോൾ ഇങ്ങോട്ടാണ് ഡോളർ കിട്ടുന്നത്. അപ്പൊ അതും എന്താണ്? ഒരു പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ആണ്. ഡ്രോയിങ് ഫ്രം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അതും നമ്മൾ ഡ്രോ ചെയ്യണം. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇങ്ങോട്ട് എടുക്കുമ്പോൾ സർപ്ലസ് ആണ്. സോ നമ്മുടെ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദ എബവ്. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും ഒരു പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ആണ്. ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ? BOPയിൽ കറണ്ട് അക്കൗണ്ടിൽ ഒരു ഡെഫിസിറ്റ് വന്നാൽ നമുക്ക് എവിടെയൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് വേരിയബിൾ യൂസ് ചെയ്തിട്ടും അതിൽ നമുക്കൊരു സർപ്ലസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്, ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് കുറച്ച് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ്. ഏറ്റവും ആദ്യം വന്നത് ഏതാണ്, ഏറ്റവും അവസാനം വന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഇയർ ആദ്യം പഠിച്ചു പോവാ കേട്ടോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എപ്പോഴാണ് വന്നത്? 2015. റീസെന്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. ഉജ്വല 2016 വന്നത്. നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒരു കാര്യം, ഇത് ഹോംവർക്ക് ആണ് കേട്ടോ. എന്താണ് ഉജ്വല അഭിയാൻ എന്നുള്ളത്? ആ വേർഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് കമന്റ് സെക്ഷനിൽ ആൻസർ മെൻഷൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ, സ്വച്ഛ് ഭാരത് അഭിയാൻ 2014. ആയുഷ്മാൻ ഭാരത് എപ്പോഴാണ് വന്നത്? ഏറ്റവും റീസെന്റ് ആണ്, 2018. റൈറ്റ് ടു എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ പഴയതാണ്. 2009 വന്ന ഒരു ആക്ട് ആയിരുന്നു അത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് ഓർഡറിലാക്കാൻ പറ്റും? ഓക്കെ, 2009 ആണ് ഏറ്റവും പഴയത്. സോ ഇ, ദെൻ 2014 സ്വച്ഛ് ഭാരത് സി, ദെൻ 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ദെൻ 2016 ഉജ്വല, ദെൻ ആയുഷ്മാൻ ഭാരത് ഡി. അപ്പോൾ ECABD എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പവർ ഓഫ് എ ടെസ്റ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെയധികം നെറ്റ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പവർ ഓഫ് എ ടെസ്റ്റ്, സിഗ്നിഫിക്കൻസ് ലെവൽ, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, ആൽഫ എന്താണ്, ബീറ്റ എന്താണ്. അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട, ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും ഉണ്ട് അല്ലെ. ടൈപ്പ് 1 എറർ എന്ന് വെച്ചാൽ എന്താണ്, ടൈപ്പ് 2 എറർ എന്ന് വെച്ചാൽ എന്താണ്. ടൈപ്പ് 2 എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണ്, പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അതൊരു എറർ അല്ലേ. ഈ എററിനെ നമ്മൾ ടൈപ്പ് 2 എറർ എന്നാണ് വിളിക്കുക. ഇതേപോലെ ടൈപ്പ് 1 എറർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്, പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്തു, റിജക്ട് ചെയ്ത് കളയാണ്. അപ്പൊ അത് ടൈപ്പ് 1 എറർ. പക്ഷെ ഇവിടെ പവർ ഓഫ് എ ടെസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഓഫ് എ ടെസ്റ്റ് പറയുന്നത് 1 മൈനസ് ബീറ്റ എന്നുള്ളതാണ്. ബീറ്റ എന്താണ്, ടൈപ്പ് 2 എററിന്റെ പ്രോബബിലിറ്റി ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 1 മൈനസ് ടൈപ്പ് 2 എറർ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം കേട്ടോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ഒരു ടെസ്റ്റിന്റെ പവർ എന്താണ്, ഒരു ടെസ്റ്റിന്റെ ശക്തി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക, ടൈപ്പ് 2 എറർ കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ ഉള്ള സാധ്യത എന്താണോ അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്താണോ അതിനെയാണ് നമ്മൾ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുക. അപ്പൊ ഇതൊരു എറർ കമ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ്. ആ എറർ കമ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അത് 1-ൽ നിന്നും മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റിന്റെ പവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 മൈനസ് ബീറ്റ. അപ്പൊ നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ നമുക്ക് ISLM കർവിനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും എങ്ങനത്തെ കർവാണ് റിസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ലിസ്റ്റ് 2-ൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഫസ്റ്റ് ലിസ്റ്റിൽ. അപ്പൊ നമുക്ക് ആദ്യം ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് അത് ഏത് കർവ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഏത് ഷേപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് മാച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഇസ് അൺറെസ്പോൺസീവ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. ആദ്യം നമുക്ക് എന്ത് മനസ്സിലായി, ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോൾ എന്താണ്, IS കർവ് ആണോ LM കർവ് ആണോ, IS കർവ്. അപ്പൊ IS കർവ് നമുക്ക് ആദ്യം വരയ്ക്കാം. പക്ഷെ ഇവിടെ IS കർവ് എങ്ങനെയാ വരയ്ക്കേണ്ടത്, അൺറെസ്പോൺസീവ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അല്ലെ. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് Y ആക്സിസിലുണ്ട്, ഇവിടെ ഇൻകം ഉണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ചേഞ്ച് ചെയ്താലും നമ്മുടെ ഇൻകം ചേഞ്ച് ആവുന്നില്ല എന്നാണല്ലോ അൺറെസ്പോൺസീവ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അതൊരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷെ ഇത് ഏത് കർവ് ആണ്, IS കർവ് ആണ്. അപ്പൊ ഇത് ഇവിടെ എവിടെയാ വരുന്നത്, ലിസ്റ്റ് 2-ല് വെർട്ടിക്കൽ IS കർവ്, ഓപ്ഷൻ 4. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വൺ ഓപ്ഷൻ 4. ഇനി നെക്സ്റ്റ് വൺ, മണി ഡിമാൻഡ് ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വിത്ത് റെസ്പെക്ട് ടു ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ നമുക്ക് മണി ഡിമാൻഡ് ആണ്. മണി ഡിമാൻഡ് പറയുമ്പോൾ IS കർവ് ആണോ, അല്ല, LM കർവ് ആണ്. പക്ഷെ LM കർവ് എങ്ങനെയാ വരയ്ക്കേണ്ടത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെയാ വരിക അല്ലെ ഷേപ്പ്. അപ്പൊ ഇവിടെ ഏതാ, LM കർവ്. LM കർവ് ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള കർവ് എങ്ങനെയാണ്, ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. അപ്പൊ ഇത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, യെസ്, ഹൊറിസോണ്ടൽ LM കർവ്. അപ്പൊ ഓപ്ഷൻ 3. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, മണി ഡിമാൻഡ് ഇസ് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക്. അപ്പൊ മണി ഡിമാൻഡ് ആണ്. അപ്പൊ IS കർവ് ആണോ LM കർവ് ആണോ, LM കർവ് ആണ്. പക്ഷെ LM കർവ് എന്താണ്, കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള IS കർവ് നമ്മൾ എങ്ങനെയാണ് വരച്ചത്, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ LM കർവ് എങ്ങനെ തന്നെയായിരിക്കും, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ വെർട്ടിക്കൽ LM കർവ് ഇവിടെ എവിടെയുള്ള, യെസ്, ഓപ്ഷൻ 2. അപ്പൊ തേർഡ് വൺ ഏതാ, ഓപ്ഷൻ 2. ഫോർത്ത് വൺ, ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഹൈലി റെസ്പോൺസീവ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. സിമ്പിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോൾ നമ്മുടെ ഏതാ കർവ്, IS കർവ് ആണ്. ഹൈലി റെസ്പോൺസീവ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇങ്ങനെ IS കർവ് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇവിടെ എവിടെയാ വരുന്നത്, അത് റിലേറ്റീവ്ലി ഫ്ലാറ്റർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ എന്ന് കൊടുത്താലും കറക്റ്റ് ആണ്. ഒരു ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന IS കർവ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ആൻസർ എന്താ നമുക്ക് കിട്ടിയത്, 4, ദെൻ സെക്കൻഡ് വൺ എന്തായിരുന്നു 3, ദെൻ തേർഡ് വൺ 2 and then 1. 4, 3, 2, 1 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. നമുക്ക് നോക്കാം. യെസ്, 4, 3, 2, 1. അപ്പൊ നമുക്ക് ഇത് ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ ISLM കർവ് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ISLM-ൽ നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ISLM എന്നുള്ള ടോപ്പിക്ക് ഒരിക്കലും ഒഴിവാക്കാതെ നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്കൊരു മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാനുള്ളത്. ഒരു A മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ബേസിസിൽ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പക്ഷെ 4 സ്റ്റേറ്റ്മെന്റും ഒരൊറ്റ ടോപ്പിക്കിലാണ്. എന്താണ്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ A മെട്രിക്സ് സോൾവ് ചെയ്തിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ ഐഗൺ വാല്യൂസും കണ്ടുപിടിക്കണം. കാരണം എന്താ, ചോദ്യത്തിൽ ഐഗൺ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് റൂട്ടും ഐഗൺ വാല്യൂവും ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് കണ്ടുപിടിക്കുക, നമുക്ക് ആദ്യം മെട്രിക്സ് എടുത്ത് എഴുതണം. 3, 5, -2, -4. അപ്പൊ A എന്നുള്ള മെട്രിക്സ് എന്താണ്, 3, 5, -2, -4. അപ്പൊ നമുക്ക്
ആദ്യം ക്യാരക്ടറിസ്റ്റിക് റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, a മൈനസ് ലാംഡ ഐ. പക്ഷെ ഇതൊരു ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും സിമ്പിൾ ആയിട്ട് ഞാനൊരു ഷോർട്ട് ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യണം, ഡയഗണൽ എലമെന്റ്സിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, മൈനസ് ലാംഡ ഇട്ട് കൊടുത്താൽ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ആയി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, 3 മൈനസ് ലാംഡ ആയി, ദെൻ 5 ആയി, -2 ആയി, -4 മൈനസ് ലാംഡ. അപ്പൊ ഇതിന് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് ആയിട്ട് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഇതെങ്ങനെ ഒരു ഡിറ്റർമിനന്റ് ആയിട്ട് സോൾവ് ചെയ്യുക, ആദ്യം നമുക്ക് 3 മൈനസ് ലാംഡ ഇൻറ്റു -4 മൈനസ് ലാംഡ ചെയ്യണം. അതിനെ മൈനസ് ചെയ്ത് കളയണം, ഏതിൽ നിന്നും, 5 ഇൻറ്റു -2 ചെയ്യണം. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 into -4 -12, 3 into minus lambda -3 lambda. ഇനി മൈനസ് ലാംഡ ഇൻറ്റു -4 പ്ലസ് 4 ലാംഡ. ഇനി മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ. ഇനി മൈനസ് ഇവിടെ എന്താ, 5 ഇൻറ്റു -2 എന്താ, 10 ആണ്, -10 ആണ്. അപ്പൊ മൈനസ് ഓഫ് -10 എന്താവും, +10 ആവും. അപ്പൊ ഇതിങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം അല്ലെ. ആദ്യം സ്ക്വയർ ടേംസ് ആദ്യം എഴുതാം. അപ്പൊ ലാംഡ സ്ക്വയർ ആദ്യം എഴുതി. ഇനി നമുക്ക് വേണ്ട എന്താ, ലാംഡ ടേംസ് ആണ്. -3 ലാംഡയും +4 ലാംഡയും കൂടെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ലാംഡേ ബാക്കി ഉണ്ടാവുള്ളൂ, അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ പ്ലസ് ലാംഡ. ഇനി എന്താ ബാക്കിയുള്ള, ഒരു -12 ഉണ്ട്, ഒരു +10 ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി എന്ത് കിട്ടും, -2 കിട്ടും. അപ്പൊ -2. ഇത് നമുക്ക് കിട്ടേണ്ട ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -2 ഈക്വൽ ടു 0 എന്ന് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴാണല്ലോ നമുക്ക് ഈ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്, ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -2 ഈക്വൽ ടു 0. അപ്പൊ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്, ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -2. യെസ്, നമുക്ക് കിട്ടിയത് അതാണ്, ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കണം. The characteristic polynomial is lambda square -2 lambda -4. അല്ല അല്ലെ, നമുക്കത് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി എന്താണ്, തെറ്റാണ്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇസ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ +2. അത് കറക്റ്റ് ആണ് അല്ലെ, നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ല, ഇവിടെ മൈനസ് ആണ്, പക്ഷെ ഇവിടെ എന്താവേണ്ടിയിരുന്നു, പ്ലസ് ആവേണ്ടിയിരുന്നു. അപ്പൊ ഇതും തെറ്റാണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. പക്ഷെ ഇവിടെ എന്താ, ഐഗൺ വാല്യൂസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇനി ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ച് നോക്കാം. ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -2, ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -2 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക, ഇത് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി സിമ്പിൾ ആയിട്ട്. ഏതിനെ സ്പ്ലിറ്റ് ചെയ്യണം, പ്ലസ് ലാംഡയെ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ പ്ലസ് ലാംഡ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 2 ലാംഡ മൈനസ് ലാംഡ എന്ന് ചെയ്താൽ നമുക്ക് 1 ലാംഡ എന്നുള്ള ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം കേട്ടോ. ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ മൈനസ് ലാംഡ -2. അല്ലെങ്കിൽ ഇതിന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ പ്ലസ് 2 ലാംഡ -2 ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ലൈക്ക് ടേംസ് ലൈക്ക് ആയിട്ട് എടുക്കാമല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാൻ പറ്റും, ലാംഡ പുറത്തെടുക്കാം. അപ്പൊ ബാക്കി എന്ത് വരും, ലാംഡ -1. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാം, 2 പുറത്തെടുക്കാം. 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ -2 പുറത്തെടുക്കാം. 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ലാംഡ -1 എന്ന് വരും, ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ലാംഡ -1 കോമൺ കിട്ടി, ഒരു ലാംഡയും ഒരു 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാംഡ -1 എന്നുള്ളതാണ് 1, പിന്നെ ലാംഡ +2 എന്നുള്ളതാണ് 1. അപ്പൊ ഇത് 2 പാർട്ടായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ലാംഡ -1 ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടും, +1 എന്ന് കിട്ടും. അപ്പൊ ഒന്നെങ്കിൽ ഒരു ഐഗൺ വാല്യൂ +1 ആണ്, അടുത്തത് ലാംഡ +2 ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ ലാംഡ ഈക്വൽ ടു -2. അപ്പൊ അടുത്ത ഐഗൺ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്, -2 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാ, -2 ആൻഡ് +1. നമുക്ക് നോക്കാം അതാണോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത്. യെസ്, -2 ആൻഡ് +1. അപ്പൊ ഏത് കറക്റ്റ് ആണ്, ഡി കറക്റ്റ് ആണ്, സി ആൻഡ് ബി തെറ്റാണ്, എ ശരിയാണ് കേട്ടോ. യെസ്, എ ആൻഡ് ഡി ഓൺലി എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കാണുമ്പോൾ ഭയങ്കര ഒരുപാടുണ്ടെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഒരു മാത്സിലെ ഫോളോയിങ് ചെയ്ത് നോക്കാം. നമ്മുടെ കോസ് തിയറമിൽ എന്താ പറയുന്നത്, ഇതിലൊന്ന് വായിച്ചു നോക്കൂ. ഫസ്റ്റ് 1 തന്നെ ഉണ്ട് അല്ലെ. നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, വിക്ടിംസിന്റെ പേനെ പറ്റി സംസാരിക്കുന്നുണ്ട്,
പൊല്യൂട്ടർ പേ പ്രിൻസിപ്പളിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് സോൾവ് ആയി. ഇനി ക്ലൈമറ്റ് ചേഞ്ച് ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് ഗ്ലോബൽ എക്സ്റ്റേണാലിറ്റി ആണ്. കാരണം എന്താ, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അത് ഗ്ലോബലി നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വിൽ ബി ഓപ്ഷൻ നമ്പർ 4. ഇനി ഇക്കോളജിക്കൽ ഡംപിംഗ് പറയുന്നത് ഹിഡൻ സബ്സിഡി ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഓപ്ഷൻ ബി ആയിട്ട് ചെയ്യാം. ട്രേഡബിൾ എമിഷൻ പെർമിറ്റ്. ട്രേഡബിൾ എമിഷൻ പെർമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊല്യൂഷനുകളൊക്കെ ഉണ്ടാവുമ്പോൾ ആ പൊല്യൂഷൻ ഒരു പരിധിയിൽ വരെ നിർത്തിവെക്കാനുള്ള ഒരു പെർമിറ്റ് കൊടുക്കണം. പൊല്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത്ര ഒരു ചെറിയ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ചെയ്യാം എന്ന് ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡബിൾ എമിഷൻ പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ആണ് അല്ലെ. ഒരു ഇത്രയേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്, A1, B4, C2 ആൻഡ് D3. നമുക്ക് നോക്കാം. A1, B4, C2 ആൻഡ് D3 അല്ലെ. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു സെൻസസ് 2011. എത്ര വർഷം മുമ്പത്തെയാണ് അല്ലെ, 10-14 വർഷം മുമ്പത്തെയാണ്. പക്ഷെ ഇതിന് ശേഷം ഒരു സെൻസസും നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് 2011 സെൻസസിന്റെ എല്ലാ ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പൊ അതിപ്രകാരം വിച്ച് സ്റ്റേറ്റ് ഇസ് ദ മോസ്റ്റ് അർബനൈസ്ഡ്, ഏറ്റവും കൂടുതൽ അർബനൈസ്ഡ് ആയിട്ടുള്ള അർബൻ പ്രദേശങ്ങൾ കൂടുതലുള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ഓപ്ഷൻസിൽ ഒന്നും ഫസ്റ്റ് റാങ്കുള്ള സ്റ്റേറ്റ് ഇല്ല, സെക്കൻഡ് റാങ്കുള്ള സ്റ്റേറ്റ് ഇല്ല, തേർഡ് റാങ്കുള്ള സ്റ്റേറ്റ് ഇല്ല. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 10 റാങ്കെങ്കിലും അറിഞ്ഞാലേ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അപ്പൊ അതിന്റെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ലിസ്റ്റിൽ ഇവിടെ ഒരു ആദ്യത്തെ 8 റാങ്ക് വരുന്നുണ്ട്. നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക ആൻഡ് തമിഴ്നാടു. അപ്പൊ ഇതിൽ ഏതാണ് ഇതിൽ വരുന്നത് നോക്കാം. മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക, തമിഴ്നാടു മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ റാങ്ക് എന്താണ്, 8th റാങ്ക് ആണ്. അപ്പൊ 8th റാങ്കിൽ ഉള്ളതാണ് നമ്മുടെ ഓപ്ഷനിൽ ആകെ ഉള്ളത്. അപ്പൊ നമുക്ക് ഉള്ളതിൽ മോസ്റ്റ് അർബനൈസ്ഡ് ഏതിനെ പറയാം, തമിഴ്നാടുവിനെ പറയാം. അപ്പോൾ ഇതൊരു കുറച്ചും കൂടെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കിട്ടും. നമ്മൾ തമിഴ്നാടു ഒരു അർബനൈസ്ഡ് സ്റ്റേറ്റ് ആയിട്ട് സാധാരണ കുട്ടികൾ ചിന്തിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ഡാറ്റ ഒരു ആദ്യത്തെ 10ഉം അവസാനത്തെ 10 എന്നുള്ള നിലയിൽ ഒന്ന് ഏകദേശം ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് 2 പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ഗുഡ്സ്. ഇത് മൈക്രോ എക്കണോമിക്സിൽ ഒരു നല്ല രസമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിൽ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഒരു MSQ ആണ് കേട്ടോ, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പെർഫെക്റ്റ്ലി കോംപ്ലിമെന്റ് ഗുഡ്സ് എങ്ങനെയായിരിക്കും നോക്കാം കേട്ടോ. ഗ്രാഫ് ഓക്കെ. ഒരു പെർഫെക്റ്റ്ലി കോംപ്ലിമെന്റ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അർത്ഥം എന്താണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലേബർ ആൻഡ് ക്യാപിറ്റൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലേബറും ക്യാപിറ്റലും പെർഫെക്റ്റ് ആയിട്ട് കോംപ്ലിമെന്റ് ആയിട്ട് ഒരുമിച്ചേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പെർഫെക്റ്റ് കോംപ്ലിമെന്റാരിറ്റി എന്നുള്ളത്. അതായത് ഒരിക്കലും ലേബറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ക്യാപിറ്റലിനുമോ അല്ലെങ്കിൽ ക്യാപിറ്റലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ലേബറിനോ സാധിക്കാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഇൻഡിഫറൻസ് കർവ്സ് എങ്ങനെയായിരിക്കും അറിയോ, ഇങ്ങനെ L ഷേപ്പ് ആയിരിക്കും. ഇതിനെ പറയുന്നതാണ് ലിയോൺടിഫ് ഐസോകോണ്ട് എന്നും പറയും. അപ്പൊ നമുക്ക് ഇവിടെ ഇൻഡിഫറൻസ് കർവ് ആണ്. ഓക്കെ, IC1, IC2 ആൻഡ് IC3. ഇവിടെ എല്ലാ ഇൻഡിഫറൻസ് കർവും എങ്ങനെയായിരിക്കും, ഒരു L ഷേപ്പിലായിരിക്കും വരിക കേട്ടോ. അപ്പൊ ഇവിടെ എന്താ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് 0 ആണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും 0 ആണ്. കാരണം എന്താ, നമുക്ക് ഒരിക്കലും ലേബറിനെ ക്യാപിറ്റൽ കൊണ്ടോ ക്യാപിറ്റലിനെ ലേബർ കൊണ്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് 0 ആണെന്നുള്ളത് കറക്റ്റ് ആണ്. ICs ആർ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈൻ ആണോ, ഒരിക്കലും അല്ല അല്ലെ. നമ്മുടെ L ഷേപ്പ് ആണ്. സ്ട്രേറ്റ് ലൈൻ എവിടെയാ വരുന്നത്, പെർഫെക്റ്റ് കോംപ്ലിമെന്റാരിറ്റി വരുമ്പോഴാണ് അല്ലെ. അപ്പൊ അവിടെ IC കർവ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരും. അവിടെ പെർഫെക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എത്ര കുറവായാലും ശരി ലേബറിന് ക്യാപിറ്റലിനെ പെർഫെക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിലാണ് സ്ട്രെയിറ്റ് ലൈൻ IC കർവ്സ് വരുന്നത്. അപ്പൊ അതെന്താണ്, തെറ്റാണ്. ദെൻ ICs ആർ L ഷേപ്ഡ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ അല്ലെ, L ഷേപ്ഡ് കറക്റ്റ് ആണ്. ദ ഗുഡ്സ് ആർ ഓൾവേസ് ഡിമാൻഡഡ് ഇൻ ഫിക്സഡ് പ്രൊപ്പോർഷൻസ്. അപ്പൊ നമ്മൾ കണ്ടതാണ് കറക്റ്റ് ഫിക്സഡ് പ്രൊപ്പോർഷൻ. ഇപ്പൊ 2L + 3K എന്നാണെങ്കിൽ നമുക്ക് അതേ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും എന്താണ്, കറക്റ്റ് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നോട്ട് ട്രൂ ആണ്. നോട്ട് ട്രൂ ഏത് ഓപ്ഷൻ മാത്രമാണ്, ഓപ്ഷൻ B മാത്രമാണ് ഇവിടെ ഫോൾസ് ആയിട്ടുള്ളത് കേട്ടോ. യെസ്, ഓപ്ഷൻ B മാത്രമാണ് ഫോൾസ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി എക്സ്ചേഞ്ച് റേറ്റിന്റെ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മാക്രോ എക്കണോമിക്സും കുറച്ചും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അണ്ടർ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഇഫ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇൻക്രീസസ്. അപ്പൊ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, കറണ്ട് അക്കൗണ്ടിൽ
ഡെഫിസിറ്റ് ആണ്, താഴോട്ടാണ്. അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓക്കെ നമുക്കിത് ഡെഫിസിറ്റ് ഇൻക്രീസസ് എന്ന് എഴുതാം കേട്ടോ. കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് എന്താണ്, കൂടുതലാണ്, ഒരുപാട് കടം കിടക്കുന്നുണ്ട് അവിടെ. അതേസമയം ക്യാപിറ്റൽ അക്കൗണ്ടിൽ സർപ്ലസ് കൂടിക്കൂടി വരികയാണ്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താ സംഭവിക്കുന്നത്, സർപ്ലസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് ആയിരിക്കുമോ ഡെഫിസിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ വിചാരിക്കും കറണ്ട് അക്കൗണ്ട് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ അക്കൗണ്ട് ആണ് അല്ലെ, അപ്പൊ അതിനെക്കാട്ടിലും ഒരു ഔട്ട് വേ ചെയ്തിട്ട് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നിൽക്കുമെന്ന് വിചാരിക്കും. പക്ഷെ എല്ലാപ്പോഴും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിൽ ഏതാണോ ഈ പറഞ്ഞ ഡെഫിസിറ്റിനാണ് കൂടുതൽ വെയിറ്റ്, കൂടുതൽ ഡെഫിസിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ BOPയും ഡെഫിസിറ്റ് ആവും. അതേപോലെ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള സർപ്ലസ് ആണ് നമുക്ക് കൂടുതലുള്ളത് വെച്ചാൽ നമ്മുടെ BOP എന്താവും, സർപ്ലസ് ആവും. അപ്പൊ ഇതിൽ ഏതാണ് കൂടുതൽ ഉള്ളത് എന്നുള്ളൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് നമുക്ക് കിട്ടിയാലേ ഇതിന്റെ ആൻസർ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് വൺ ഈസ് ഹയർ. സർപ്ലസ് ആണ് കൂടുതലെങ്കിൽ BOPയും സർപ്ലസ് ആയിരിക്കും, ഡെഫിസിറ്റ് ആണ് ഹയർ എങ്കിൽ BOPയും എന്തായിരിക്കും, ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ C ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയമാണ് ഇത്, നമ്മൾ കൂടുതൽ റിവിഷൻ ചെയ്യേണ്ട സമയമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഇതിന് ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ എന്താണ്, ക്രാഷ് ബാച്ച് ആണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 30 ഡേയ്സ് കൊണ്ട് നമുക്ക് സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും ഓൾ ദി ബെസ്റ്റ്, നന്നായി പഠിക്കുക. താങ്ക്